എന്ത് രഹസ്യമാണാവോ ഇവർ പറയുന്നത്? ഏതായാലും ഒന്ന് ചെവിയോർത്ത് നോക്കാം. എത്ര കാലമായി ഇങ്ങനെ ട്രപ്പീസ് കളിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ അവനുള്ള പേരും പെരുമയും എനിക്ക് കിട്ടുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ്. എന്ത് കഴിവ്? അവൻ കെട്ടിയിരിക്കുന്ന മാന്ത്രിക ചരടിന്റെ ശക്തിയാണ് അവനെ ഇത്ര നന്നായി ട്രിപ്പീസ് കളിക്കാൻ സാധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആകെ നിരാശനാണ്. എവിടെയും അവനെ കഴിഞ്ഞേ എനിക്ക് സ്ഥാനമുള്ളൂ. അല്ല, എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് പിന്നെ അവന് ട്രപ്പീസ് കളിയിൽ പമ്മുവിനെ പോലെ ശോഭിക്കാൻ പറ്റുന്നില്ലല്ലോ, അതാണ്. അതെ, അതുകൊണ്ട് ഞാൻ പല സ്ഥലത്തും താഴ്ത്തപ്പെടുന്നു.
ഇതിനാണോ നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത്? ഞാനെല്ലാം ശരിയാക്കി തരാം. അവൻ ജപിച്ചു കെട്ടിയിരിക്കുന്ന മന്ത്രവാദ ചരടിന്റെ ബലത്തിലാണ് അവൻ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നത്. അതുപോലുള്ള മന്ത്രവാദ ചരട് എനിക്ക് ലഭിക്കാനുള്ള വഴി എന്താണ്? അതിനാണോ വിഷമം? അതിശക്തനായ എന്റെ ഗുരുനാഥൻ ഷഷ്ടി മഹർഷിയുടെ അടുത്തേക്ക് പോകാം. അദ്ദേഹം ജപിച്ചു തരുന്ന ചരടുണ്ടെങ്കിൽ നിനക്ക് ഒന്നാമനായി വിലസാവുന്നതാണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ തന്നെ വരാം. ഇതാണ് നമ്മുടെ താവളം. ചിഹ്നനോ ഇന്ന് കോളുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ജമ്പൻ ചേട്ടൻ എപ്പോഴും പരാതിയല്ലേ, നല്ല മുയലിറച്ചി കഴിച്ചിട്ട് കുറെ നാളായെന്ന്. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളോട് എന്ത് ക്രൂരത കാട്ടി? എന്നെ വെറുതെ വിടുക. ഇവന്റെ കരച്ചിൽ കണ്ടില്ലേ? ഇവനെ ഇപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ എല്ലാ പരാതിയും തീരും. പക്ഷേ എനിക്കൊരു പരാതിയുണ്ട്. ഇവനെ എനിക്ക് തികയില്ല. ഒരു 2-3 മൊയിലുകളെങ്കിലും വേണമായിരുന്നു. ജമ്പൻ ചേട്ടൻ ആദ്യം ഇവനെ കഴിക്കും, പിന്നെയൊക്കെ നമുക്ക് നോക്കാം. അല്ല, അത് നമ്മുടെ പൊന്നുമല്ലേ. വിക്രോനെ അറിയിക്കണം എത്രയും പെട്ടെന്ന്. എന്തൊരു സുഖം, നല്ല ഉന്മേഷം കിട്ടി. ഇനി കാട്ടിലൂടെ കറങ്ങി എന്തെങ്കിലും കഴിക്കാം. വിക്രോ, നീ ഇവിടെ കളിച്ച് രസിക്കുകയാ? നമ്മുടെ പൊന്നവിനെ ജമ്പനും ചിന്നനും കൂടി പിടിച്ചിരിക്കുകയാ. ഉടനെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വരൂ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ഈ മുളക് എങ്ങനെയെങ്കിലും ജമ്പന് കൊടുക്കണം. അത് ശരിയാ, ഞാൻ കാട്ടിലെ ഒരു മരത്തിന് ചുവട്ടിൽ കുറച്ച് ചിക്കൻ കണ്ടിരുന്നു. ഞാൻ അത് എടുത്തു വരാം. ഇവരുടെ കണ്ണു വെട്ടിച്ച് അത് എടുക്കാം. നമുക്ക് ഇത് 2 കൂട്ടി ചേർത്തിട്ട് ജമ്പന്റെ അടുത്ത് പോകാം. അല്ല, ജമ്പൻ ചേട്ടന് ഒരു മുയലിനെ മാത്രമേ കിട്ടിയുള്ളൂ. എന്ത് പറയാൻ, ഇതെങ്കിൽ ഇത്. അത് ശരിയാ. ഞാൻ ഈ സഞ്ചിയിൽ ചേട്ടന് കുറച്ച് ചിക്കൻ ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിക്കൂ, എന്റെ പിറന്നാളാണിന്ന്. ജമ്പൻ ചേട്ടാ, നമുക്ക് ഇത് കഴിച്ചതിന് ശേഷം ഇതിനെ ശരിപ്പെടുത്താം. ശരിയാ, ഇങ്ങു തരൂ. എന്തൊരെരിവ്! അയ്യോ, കുറച്ച് വെള്ളം കുടിക്കാൻ തരണേ, കുറച്ച് വെള്ളം കുടിക്കാൻ തരണേ. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. ഹഹാ. വിക്രോ 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 വിക്രോ. അതാരാ ഓടി വരുന്നത്? 2 പന്നികളാണല്ലോ. നല്ല സമയം. പന്നി ഇറച്ചി കഴിച്ചിട്ട് എത്ര നാളായി. തോണിക്കാരനെ കാണുന്നില്ലല്ലോ. ഐഡിയ. തോണിക്കാരനായി അഭിനയിച്ചാൽ എനിക്ക് ഈ 2 ഇരകളെയും അകത്താക്കാം. എനിക്ക് ഒന്ന് വളരെ പെട്ടെന്ന് അക്കരെ പോവണം. അവിടെ എന്റെ അമ്മാവൻ കാത്തിരിക്കുകയാ. ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാനാണ് ആദ്യം ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഞാൻ ആദ്യം അക്കരെ പോട്ടെ. അല്ല, നിങ്ങൾക്ക് 2 പേർക്കും ഈ തോണിയിൽ കയറാലോ. പിന്നെന്തിനാണ് നിങ്ങൾ തമ്മിൽ കലഹിക്കുന്നത്? നിങ്ങളുടെ നടുവിലെത്തിയാൽ നിങ്ങൾക്ക് നീന്തൽ അറിയാമോ? എനിക്കറിയില്ല. എന്നാൽ പിന്നെ അടി ഉണ്ടാക്കാതെ 2 പേരും വേഗം തോണിയിൽ കയറി, എന്റെ സമയം കളയാതെ.
ഏതായാലും ഞാൻ മാറിത്തരാം. നമ്മൾ രണ്ടുപേരും വഴക്കിട്ടാൽ നമ്മളുടെ സമയം തന്നെയാണ് പോകുന്നത്. ഏതായാലും നീ പോയിട്ട് വാ. ഇനി തോണി കുറ്റിക്കാട്ടിലേക്ക് തിരിച്ചെത്തണം. അല്ല, ഇത് എങ്ങോട്ടാണ് ഈ തോണി തുഴയുന്നത്? അങ്ങോട്ടല്ലേ കടവ്? നിന്നെ ഞാൻ കടവിലേക്കല്ല, വയറ്റിലേക്കാണ് വിടാൻ പോകുന്നത്. അയ്യോ, എന്നെ കൊല്ലരുത്. എന്റെ അമ്മയ്ക്ക് അസുഖമാണ്. വേഗം അക്കരെ നിന്നും മരുന്നും കൊണ്ടു പോവേണ്ടതാണ്. എന്നെ ഒന്നും ചെയ്യരുത്. നീ പേടിക്കാതെ, നിന്നെ ഒന്നും ചെയ്യില്ല. അനങ്ങാതിരിക്കണം. നിന്നെ ഞാൻ ഇപ്പോൾ അകത്താക്കി തരാം. അപ്പോൾ നിന്റെ സങ്കടമൊക്കെ മാറുന്നതാണ്. അല്ല, ഇത് നമ്മുടെ അച്ഛനല്ലേ? അയ്യോ, അവൻ ആ ക്രൂരൻ ചെമ്പൻ സിംഹത്തിന്റെ വലയിൽ പെട്ടിരിക്കുകയാണല്ലോ. അവനെ എങ്ങനെയാ രക്ഷിക്കുക? ചൂലു, വാ, നമുക്ക് ഈ പഴം ഒരുമിച്ച് കഴിക്കാം. വിക്രം, ഞാൻ ആ പുഴയുടെ തീരത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ നമ്മുടെ അച്ചുപ്പന്നി ആപത്തിൽ പെട്ടിരിക്കുന്നു. അവൻ ഇപ്പോൾ ജമ്പന്റെ കയ്യിലാണ്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആപത്താണ് വിക്രു. ആ ജമ്പൻ, അവനെ ഒരു പ്രാവശ്യം ഞാൻ പേടിപ്പിച്ചു വിട്ടതാ. എന്നിട്ടും വീണ്ടും വന്നിരിക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ആ, കിട്ടിപ്പോയ ഐഡിയ. അച്ചുവിനെ വെള്ളത്തിൽ നിന്നും രക്ഷിക്കാൻ എന്തായാലും ഒരു വള്ളിച്ചുരുൾ കൂടി എടുക്കാം. അവൻ വരുന്നുണ്ട്. അയ്യോ, എന്റെ തല പോയി. അയ്യോ, വേഗം കേറ്, വേഗം കേറച്ചു. വിക്രമിന്റെ ബുദ്ധിശക്തി കൊണ്ടാ ഞങ്ങൾ പലപ്പോഴും ആപത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കുക. പൂന്തേൻ നിറഞ്ഞൊരു
മുല്ലപ്പൂ തുമ്പപ്പൂ പാലപ്പൂ കന്നിപ്പൂ കാക്കപ്പൂ മന്ദാരപ്പൂ പനിനീർ വിരിഞ്ഞൊരു തീരം പൂന്തേ നിറഞ്ഞൊരു തീരം വിക്രൂ 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 എല്ലാവരും ശ്രദ്ധിക്കുക. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കിങ്ങിണിക്കാട്ടിലെ ഏറ്റവും വേഗമേറിയ കായിക താരമാരെന്ന് അറിയാവുന്നതാണ്. ഈ വാശിയേറിയ മത്സരത്തിൽ ഏറെക്കാലമായി കാടിന്റെ വേഗമേറിയ താരമായ പമ്മുവിനെ റിങ്കു അട്ടിമറിക്കുമോ, അതോ പമ്മു വീണ്ടും അജയ്യനായി തുടരുമോ? ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ യഥാർത്ഥ വിജയി ആരെന്ന് അറിയാവുന്നതാണ്. ഞാൻ ഇന്ന് ഇവിടെ റെക്കോർഡോടെ വിജയിക്കും. അതെ അതെ, ആ പമ്മു മുയൽ ഇപ്പോൾ ഫ്ലാറ്റായി വീഴുന്നത് കാണാം. എന്നാലും അവന്റെ അഹങ്കാരം കണ്ടില്ലേ? എന്റെ ഈ പ്രതീക്ഷയും പോയി. ഞാൻ എത്ര പ്രാക്ടീസ് ചെയ്തതാണ്. അവൻ കഴിവ് കൊണ്ട് വിജയിക്കുന്നതല്ല, ഏതോ മയക്കുമരുന്ന് അവൻ ഉപയോഗിക്കുന്നുണ്ട്. നീ നിരാശപ്പെടാതെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഐഡിയ. വേഗം ഒരു കോച്ചിന്റെ വേഷം ധരിച്ച് മടങ്ങി വരാം. എത്ര നാളായി കുറച്ച് മുയലിറച്ചി കഴിച്ച് ഒന്ന് സന്തോഷപൂർവ്വം കിടന്നുറങ്ങിയിട്ട്. വെള്ളം വരുന്നു. എന്താ മകനെ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് ഈ പ്രാവശ്യവും ഞാൻ തോറ്റുപോയില്ലേ? ഉത്തേജക മരുന്ന് കഴിച്ചിട്ടാണ് അവൻ ഈ ഓട്ടമത്സരത്തിൽ വിജയിച്ചത്. അവൻ തുടർച്ചയായി വിജയിക്കുന്നതിന് പിന്നിലെ രഹസ്യവും ഇതുതന്നെയാ. മകനെ, അതിലും വലിയ ഉത്തേജക മരുന്ന് എന്റെ കയ്യിലുണ്ട്. എന്നെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാനാണ് ഡിങ്കു ഡിക്രോസ് എന്ന പ്രഗത്ഭനായ കോച്ച്. എനിക്കും ഡിക്രൂസ് ചേട്ടന്റെ സഹായം ലഭിക്കുമോ? അടുത്ത് വരാൻ പോകുന്ന കാട്ടിലെ ഒളിമ്പിക്സിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും എനിക്ക് അവനെ തോൽപ്പിക്കണം. നീ വിഷമിക്കാതെ മകനെ, നിന്നെ ഞാൻ എന്റെ ശിഷ്യനാക്കിയിരിക്കുന്നു. നീ എന്റെ കൂടെ വരൂ. എങ്ങനെയുണ്ട് മകനെ, നിനക്ക് എന്റെ സ്ഥലമൊക്കെ ഇഷ്ടമായോ? തീർച്ചയായും ഒരുപാട് ഇഷ്ടമായി. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. നിനക്ക് മത്സരത്തിൽ വിജയിക്കണം, അതെ? നിന്നെ ഞാൻ വിജയിപ്പിച്ചു തരാം. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ.
അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, അയ്യോ അയ്യോ അത് നമ്മുടെ റിങ്കു അല്ലേ? അവൻ ജമ്പന്റെ വലയിൽ കുടുങ്ങിയിരിക്കുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. നമ്മുടെ റിങ്കുമോയെ ആ ക്രൂരൻ ജമ്പൻ പിടിച്ചിരിക്കുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവന്റെ ജീവന് ആപത്താണ്. അവൻ ആ ക്രൂരൻ ജമ്പൻ അവനെ ഇവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. പേടിക്കാതെ ശുലു, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചോളൂ. ആ കാണുന്നത് കമ്പിച്ചുരുളല്ലേ? കിട്ടിപ്പോയി ഐഡിയ. ഹാ, ഇതുകൊണ്ടൊരു പണി ചെയ്യാം. എന്ത് പണിയാണ് വിക്രോ? ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ ഈ കമ്പിച്ചുരുളിന്റെ ഒരറ്റം ചെമ്പൻ കുളിക്കാൻ വരുന്ന കുളത്തിലിടാം. അതിനുശേഷം നീ ഇതിന്റെ മറ്റേ അറ്റം ഇലക്ട്രിക് ലൈനിൽ കൊണ്ട് ഇടണം. ശരി വിക്രോ. ഇന്ന് ആ ജമ്പന്റെ കഥ കഴിഞ്ഞത് തന്നെ. അല്ല, ചെമ്പച്ചേട്ടൻ ഇന്ന് പുറത്തേക്കൊന്നും പോയില്ലേ? ഇല്ല, നല്ല വിശപ്പുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒന്ന് കുളിക്കണം. നല്ല മുയലിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പോയി കുളത്തിൽ ഒന്ന് കുളിച്ചിട്ട് വരാം. ശരിയാ, കുളിക്കുക എന്ന് പറഞ്ഞാൽ അത് കുളത്തിൽ തന്നെ കുളിക്കണം. നല്ല തെളിഞ്ഞ വെള്ളം, നന്നായിട്ടൊന്ന് നീരാടാം. അയ്യോ 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 അയ്യോ. എന്റെ കൂട്ടുകാരോട് ക്രൂരത കാട്ടിയാൽ ഇങ്ങനെയായിരിക്കും ശിക്ഷ. അയ്യോ അയ്യോ അയ്യോ. റിങ്കു, പമ്മു, നിങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരാണ്. അസൂയൊക്കെ കളഞ്ഞ് ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാം. ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് നൽകുന്നത്. അതുകൊണ്ട് നിരാശപ്പെടാതെ. മത്സരത്തിൽ തോൽവിയും ജയവും സാധാരണമാണ് കേട്ടോ. വിക്രോ 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 വിക്രോ. പമ്മു, നീ രാവിലെ തന്നെ എവിടേക്കാണ് പോകുന്നത്? ഞാൻ ഇല്ലിമുളം കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ വേണ്ടത്ര പുല്ലുകളുണ്ട്. ഇല്ലിമുളം കാട്ടിലേക്ക് പോകുന്നത് വലിയ ആപത്താണ്. അവിടെ ക്രൂരൻ ചമ്പൻ സിംഹത്തിന്റെ താവളമാണ്. പേടിത്തൊണ്ടന്മാർ. എങ്ങനെ ശത്രുവിനെ പിടികൊടുക്കാതെ പോവണം എന്ന കാര്യം എനിക്ക് അറിയാവുന്നതാണ്. എന്നാലും പമ്മു, വലിയ ശരീരമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? പേടിച്ച് ജീവിക്കാൻ നിങ്ങളെ പോലെ എന്നെ കിട്ടില്ല. ഞാൻ പോകുന്നു. എന്തൊരു പുല്ലുകൾ! വയറ് നിറയെ വേണ്ടത്ര കഴിക്കാം. നമ്മുടെ സ്ഥലത്ത് വന്ന് കളിക്കാൻ ഇവനൊക്കെ എങ്ങനെ ധൈര്യം വന്നു? നമുക്ക് വേണ്ടത്ര പന്നിയിറച്ചി കഴിക്കാനുള്ള വകുപ്പായില്ലേ?
ശരിയാ, നമുക്ക് വേഗം അവനെ പിടിക്കാം. എന്താടാ, ജമ്പൻ ചേട്ടന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണോ നിന്റെ വിചാരം? ഇങ്ങോട്ട് വാടാ. കുറച്ച് ദിവസമായി ഒരു മൃഗത്തെയും കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ വിശന്നു വലഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ അങ്ങ് പോയിക്കോളാം. അയ്യോ, പമ്മപ്പന്നിയല്ലേ അത്? അവൻ ആ ചെമ്പന്റെ കയ്യിൽ കുടുങ്ങിയിരിക്കുകയാണല്ലോ. അവൻ ആളൊരു പോക്കിരിയാണെങ്കിലും ആപത്തിൽപ്പെട്ട സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനെന്താ ഒരു വഴി? കിട്ടിപ്പോയി ഐഡിയ. ചെമ്പൻ ചേട്ടാ, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ ഒരു പന്നിയെയും പിടിച്ചു പോവാൻ? നിങ്ങൾ കാട്ടിലെ രാജാവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ചിന്നൻ ചേട്ടന്റെ കഴിവ് പോലും നിങ്ങൾക്കില്ല. നിങ്ങൾ കുറഞ്ഞത് ഒരു പോത്തിനെയെങ്കിലും പിടിക്കേണ്ടതായിരുന്നു. നീ ആരാടാ എന്നോട് ഇത് പറയാൻ? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നിൽക്കടാ അവിടെ. അയ്യോ 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 അയ്യോ. അതെ, ഇതെന്റെ പണിയാ, മനസ്സിലായില്ലേ? എന്റെ കൂട്ടുകാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇനി നിങ്ങളുടെ കാര്യം പോക്കാണ്. എന്തൊരു വേദന, ശരീരം അനക്കാൻ പറ്റുന്നില്ലല്ലോ. വിക്രൂ 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 വിക്രൂ. എന്തൊരു കുളിര്! ആഹാ, എന്തൊരു സുഖം! കുറച്ചു സമയം ഈ തടാകത്തിൽ മുങ്ങി നിവർന്ന് കളിക്കാം, പിന്നെ കരയിലേക്ക് പോകാം. എന്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്? അതൊരു തവളയാണല്ലോ. എത്ര സമയമായി ഇങ്ങനെ ഉറങ്ങുന്നു. തവളയെങ്കിൽ തവള, അവനെ വേഗം അകത്താക്കാം. നിൽക്കാനാണ് പറഞ്ഞത്. നിന്നെ ഞാൻ ഇപ്പോൾ പിടിക്കണം. തടാകത്ത് വന്ന ഒരുത്തനും രക്ഷപ്പെട്ടില്ല. അയ്യോ അയ്യോ, എന്നെ ഓർമ്മ കൊടുക്ക. ഞാൻ ദാഹജലം കഴിക്കാനായി ഇവിടെ വന്നതാണ്. ദയവ് ചെയ്തെന്നെ വിടണം. രക്ഷിക്കണേ 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 രക്ഷിക്കണേ. അയ്യോ, ആ പൊന്നൻ തവളയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? അവൻ ആ ക്രൂരൻ ബോധുവിന്റെ കയ്യിൽ പെട്ടിരിക്കുന്നു. അവനെ രക്ഷിക്കുവാൻ എന്താ ഒരു മാർഗം? വിക്രൂ, എഴുന്നേൽക്ക് വിക്രൂ, എഴുന്നേൽക്ക്. എന്താ ശൂലു, ഞാൻ നല്ല സ്വപ്നം കണ്ട് കിടന്നുറങ്ങുകയായിരുന്നു, അത് മുടക്കി. വിക്രൂ വിക്രൂ, നമ്മുടെ പൊന്നൻ തവള ബോധു മുതലയുടെ കൈകളിൽ അകപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ ജീവൻ അപകടത്തിലാവും. പേടിക്കാതെ ശുലു, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്താണ് അവനെ രക്ഷിക്കാനുള്ള ഒരു ബുദ്ധി? കിട്ടിപ്പോയി. ആ വള്ളി കൊണ്ടൊരു ബുദ്ധി പ്രയോഗിച്ചു നോക്കാം. ബോധുചേട്ടാ, ഇന്ന് നല്ലൊരു തവളയെ കിട്ടിയിട്ടുണ്ടല്ലോ. നീ ആരാ എന്നെ ഇങ്ങനെ വിളിക്കാൻ? ബോധുചേട്ടന്റെ അത്ഭുത കഴിവുകൾ കേട്ടറിഞ്ഞു വന്നതാണ്. അങ്ങനെ പറ. ഏതായാലും എന്റെ കയ്യിലുള്ള ഈ ആപ്പിൾ കഴിക്കണം. ഞാൻ സ്നേഹത്തോടെ തരുന്നതാണ്. വിശന്നിരിക്കുകയാ. തരൂ, നിന്റെ ആഗ്രഹമല്ലേ? ഇതാ കഴിക്കൂ. രക്ഷിക്കണേ 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 രക്ഷിക്കണേ. ഏതായാലും ഇനി നീ ഈ വള്ളിയിൽ കുടുങ്ങി അങ്ങനെ കിടക്ക്. അത്ര ക്രൂരനല്ലേ നീ? വിക്രൂ 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 വിക്രൂ.
എന്തൊരു സുഖം. ഇത്ര നല്ല നെല്ലുകൾ കഴിച്ചിട്ട് മാസങ്ങളായി. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ, ഞാൻ പാവമാണ്. ഇല്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ അങ്ങനെ എന്റെ കാലിൽ തന്നെ. അയ്യോ, രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. അയ്യോ, അത് നമ്മുടെ ശൂലു അല്ലേ. നമുക്ക് വേഗം തന്നെ എന്തെങ്കിലും ചെയ്യണം. നിനക്കിന്ന് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ആ, ഈ ചിരട്ട കൊണ്ട് ഒരു സൂത്രം ഒപ്പിക്കാം. ഈ ചിരട്ടയിൽ കുറച്ച് ചക്കയുടെ കറ എടുക്കാം. അവൻ ഇരിക്കുന്ന കൊമ്പിന്റെ തൊട്ടു മുകളിൽ ഒരു കൊമ്പ് കാണുന്നില്ലേ? എങ്ങനെയെങ്കിലും അവിടെ എത്തണം. അവൻ അവിടെ സുഖിച്ചിരിക്കുകയാണല്ലേ. ഇപ്പോൾ ശരിയാക്കി തരാം. അയ്യോ, ഓ, എന്റെ ദേഹം മുഴുവൻ ഒട്ടിപ്പിടിക്കുകയാണല്ലോ. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? അയ്യോ. ശൂലു, നിനക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? ഇല്ല വിക്രു. വിക്രു, നീ കൃത്യസമയത്ത് അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചത് കൊണ്ട് എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ എല്ലാം ഓരോ നിമിത്തമാണ്. ഞാനതിന്റെ ഭാഗമാവുന്നു എന്ന് മാത്രം. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇവിടെ കഴിയാം. വിക്രു 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 വിക്രു. ലാ 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 ലാ. ആ മരത്തിന്റെ മുകളിൽ എത്ര പഴങ്ങളാണ്. ആദ്യം ദാഹം തീർക്കാം. എന്തിനാണ് വെള്ളം? അയ്യോ, ഞാൻ വെള്ളത്തിനുള്ളിലേക്ക് പോകുന്നേ. എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. ഞാനിനി ഒരിക്കലും ഈ തടാകത്തിൽ വരില്ല. ശരി, നിന്നെ ഞാൻ വെറുതെ വിടാം. ശരിക്കും നീ എന്റെ വയറ്റിലേക്ക് വെറുതെ അങ്ങ് പോയിക്കോ. കുറച്ച് ദിവസമായി എന്തെങ്കിലുമൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട്. അപ്പോഴാണ് അവന്റെ ഒരു നേരം. അയ്യോ, അത് നമ്മുടെ റിങ്കു അല്ലേ? അവന് ആ ക്രൂരൻ ബോധം പിടിച്ചിരിക്കുകയാണല്ലോ. അവൻ രക്ഷിക്കാൻ എന്താ ചെയ്യുക? വേഗം തന്നെ കാര്യം വിക്രുവിനോട് പറയാം. എന്താ ടൊട്ടോ, എന്തു പറ്റി? നീ ആകെ വിയർത്തിരിക്കുന്നല്ലോ. അത് നമ്മുടെ റിങ്കു ആപത്തിൽപ്പെട്ടിരിക്കുന്നു. അവനെ ആ ബോധം മുതലേ പിടിച്ചിരിക്കുന്നു. അവൻ രക്ഷിക്കണം. അവൻ, ആ ക്രൂരൻ, അവന്റെ ശല്യം വീണ്ടും തുടങ്ങിയല്ലേ? നീ ഭയപ്പെടാതെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്താണ് ചെയ്യുക? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ആ, കിട്ടിപ്പോയി. അതൊരു വിഷപ്പഴമാണല്ലോ. ഈ മാരക വിഷമുള്ള പഴം കൊണ്ട് ഒരു ബുദ്ധി പ്രയോഗിക്കാം. പ്രിയ സുഹൃത്തേ, പ്രിയ സുഹൃത്തേ. ഇത്തിരി പോന്ന നീ എന്നെ സുഹൃത്തെന്ന് വിളിക്കുകയോ? ദേഷ്യപ്പെടാതെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഈ പഴം കണ്ടില്ലേ? ഇത് കഴിച്ചാൽ നിങ്ങളുടെ ഏതാഗ്രഹവും നിമിഷ നേരം കൊണ്ട് സാധിച്ചെടുക്കാം. എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് പറഞ്ഞാൽ മതി. അത്ര ശക്തിയാ ഈ പഴത്തിന്. അത് നല്ല വിദ്യയാണല്ലോ. എങ്ങനെയെങ്കിലും ആ പഴം കൈക്കലാക്കാം. പിന്നെ എല്ലാ ആഗ്രഹവും നടക്കുമല്ലോ. ഇത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. വേഗം തരൂ, ഞാൻ കഴിച്ചു നോക്കട്ടെ. പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയും. അങ്ങനെ ചെയ്തോളൂ. ഇതാ, പിടിച്ചോ. അയ്യോ, തല കറങ്ങുന്ന പോലെ തോന്നുന്നല്ലോ. ഇനി അവനെ പേടിക്കാതെ ജീവിക്കാമല്ലോ. ഭാഗ്യം, ആ ബുദ്ധി ഫലിച്ചു. ഇനി അവൻ കുറച്ചു സമയത്തേക്ക് ഉണരില്ല.
കൊമ്പത്ത് ഒറ്റയ്ക്കിരിക്കുന്നതെന്ത് തത്തേ, ഒറ്റയ്ക്കിരിക്കുന്നതെന്ത് തത്തേ. രാത്രി മഴ തോർന്നല്ലോ, മാനം വെളുത്തല്ലോ, കുഞ്ഞാടുകൾ പോയല്ലോ. രാത്രി മഴ തോർന്നല്ലോ, മാനം വെളുത്തല്ലോ, കുഞ്ഞാടുകൾ പോയല്ലോ. മാനത്ത് വിരിയുന്ന മഴവില്ലു കാണാൻ എന്നിട്ടും നീ എന്തേ വന്നിടാതെ, എന്നിട്ടും നീ എന്തേ വന്നിടാതെ. മാനത്ത് വിരിയുന്ന മഴവില്ലു കാണാൻ എന്നിട്ടും നീ എന്തേ വന്നിടാതെ, എന്നിട്ടും നീ എന്തേ വന്നിടാതെ. കാട്ടാറിൻ തീരത്തെ കുഞ്ഞാലിൻ കൊമ്പത്ത് ഒറ്റയ്ക്കിരിക്കുന്ന